എൻ്റെ പണി കൂടെയുള്ള സഹപ്രവർത്തനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നതാണ് എൻ്റെ പണി. അതൊന്നും ഞാൻ പറയില്ല. അധ്യക്ഷനായ താങ്കളോട് എത്തിയപ്പോൾ കെ.സി. വേണുഗോപാൽ നേരിട്ട് സംസാരിച്ചോളം പറഞ്ഞു, ഈ സംഭവം ബന്ധപ്പെട്ട് താങ്കൾ വിട്ടുപോയതാണ്, സിദ്ദിഖിനെ വിശ്വസിക്കരുതെന്ന് തിരുവനന്തപുരം രാധാകൃഷ്ണൻ പത്മജയോട് പറഞ്ഞു എന്നാണ് പത്മജ പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നത്. എൻ്റെ പണി അതൊന്നും അല്ലല്ലോ. എൻ്റെ പണി കൂടെയുള്ള സഹപ്രവർത്തനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നതാണ് എൻ്റെ പണി. അതൊന്നും ഞാൻ പറയില്ല. എൻ്റെ അറിയാവുന്ന ആളുകളും ഞാനത് പറഞ്ഞു എന്ന് വിശ്വസിക്കത്തുമില്ല. ഞാനതൊന്നും പറയത്തുമില്ല. അങ്ങ് കൊടുത്ത അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടോ? അല്ല, ഭാഗികമായി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ അവസാനത്തെ സെൻറ്റൻസ് അതാണ്. കുറേ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണം എന്തൊക്കെയാണ് നടപ്പാക്കാത്തത്, എന്തൊക്കെയാണ് നടപ്പായത് എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് കൃത്യമായി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. വരട്ടെ, അത് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയത്തല്ലേ ഉള്ളൂ. ഇവിടെയുള്ളത് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊടിയടിച്ചിരിക്കുകയാണോ, അതെയോ അതിൻ്റെ പുറത്ത് ഫർദറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫർദറായിട്ട് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് ഘട്ടം വരെ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതേതായാലും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് പാർട്ടിക്കകത്ത് ഈ ആത്മഹത്യ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മദുഃഖം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അതിൽ വേദനയില്ലാത്ത ആളുകൾ ആരാണ്? അതല്ലല്ലോ പ്രശ്നം. അതിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടെത്തണം. ആ റീസണ് നമുക്ക് അതിൻ്റെ നന്നായിട്ട് കൃത്യമായ അതിൻ്റെ ഒരു ചികിത്സ ഉണ്ടാകണം. അതല്ലാതെ ആത്മഹത്യയല്ലല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് അതിന് ഫർദറായിട്ട് ഒന്ന് പരിശോധിച്ചെങ്കിൽ എനിക്കും ഫൈനലായി പറയാൻ പറ്റും. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടും പാർട്ടി വിഷയം വഷളാക്കിയെന്നൊരു അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എങ്ങനെ അന്വേഷണം നടത്തി താങ്കൾ റിപ്പോർട്ട് നൽകിയതിനു ശേഷവും ഈ വിഷയം പാർട്ടി വഷളാക്കിയെന്നൊരു അഭിപ്രായമുണ്ടോ? അതല്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ ഒരു ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ആ ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻ കൂടി വരണം. അതൊരു പാർട്ടി ചെയ്യാതിരിക്കില്ലല്ലോ. അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഏകോപിച്ച് പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് വയനാടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് 3 MLA-മാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് അത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഞങ്ങളെ ഒന്ന് ചെറുതാക്കി കളയാം എന്ന് കരുതി ഇതിനൊരു ആയുധമായി വിനിയോഗിക്കുന്നവരും ഉണ്ടാകും. ആ ആയുധമായി വിനിയോഗിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരു നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.